ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിഷാൽ ഷുക്കൂർ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിന് ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. വേറെ എവിടെയല്ല, ഇവിടെ പെരിന്തൽമണ്ണ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവൾ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഏത് സ്പെക്കാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിലേക്കൊന്ന് കയറി നോക്കി നോക്കാം. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് 2 ലാപ്ടോപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലാപ്പ് നമ്മൾ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്ന ലാപ്പ് കറക്റ്റ് ഇവൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള ഒരു സ്പെക്കുള്ള ലാപ്ടോപ്പാണ്. ഇത് തൽക്കാലത്തിന് ഇത് മതി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ലാപ്ടോപ്പ് എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ ഗൈസ് ആ ലാപ്ടോപ്പിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആണെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവളാണെങ്കിലും അവളുടെ ഉമ്മ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ആ ലാപ്ടോപ്പ് തന്നെ മതി എന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ ഗൈസ് ലാപ്പൊക്കെ എടുത്ത് ഒക്കെ സെറ്റായി. ഇനി ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിയുടെയും പിന്നെ താത്താടെയും ഒരു ഡ്രസ്സ് മാറ്റാനുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് നേരെ പോകുന്നത്. അങ്ങനെ ആ പുതിയ ലാപ്പൊക്കെ എടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഷെറിമോൾ. ഇനിയിപ്പോൾ ഇവരെ ഷോപ്പിൽ ഇറക്കിയിട്ട് സപ്പുവിൻ്റെ ഡ്രസ്സൊന്ന് മാറ്റാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാ ഈ കാണുന്ന ഓഗി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് സപ്പുവിൻ്റെ ഡ്രസ്സ് മാറ്റാനുള്ളത്. അങ്ങനെ ഇതാ മാമിയുടെയും താത്താടെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ എടുക്കുക, നേരെ വീട്ടിലേക്ക് പോവുക. അവരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങളിതാ പെരിന്തൽമണ്ണ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് അക്കുവിനൊരു തൊപ്പി പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തൊപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നതാണ്. അക്കുവിനാണെങ്കിൽ മുടി കുറച്ച് നല്ലോണം വളർത്തിയോണ്ട് ഒരു തൊപ്പിയും തലയിൽ പാകാവണില്ല. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. എവിടെ നിന്നും കിട്ടുന്നില്ല. അതിനെക്കാട്ടിലും വലിയ തലമുള്ളവരുണ്ട് മോനെ കേട്ടോ. 56 തൊപ്പി നോക്കി 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 ലോകത്തുള്ള ഏറ്റവും വലിയ സൈസുള്ളതൊക്കെ നോക്കി, ഇതുവരെ തൊപ്പി കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും നല്ല തൊപ്പി വലിയ സൈസ് കിട്ടുന്ന കട ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ പെരിന്തൽമണ്ണ തന്നെ ഒരു അമ്പലത്തിൽ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടിട്ട് അവിൽ മിൽക്കിൻ്റെ ഷോപ്പിൽ കണ്ടിട്ട് ഇനി നേരെ പോണത്. പെരിന്തൽമണ്ണ വന്നു കഴിഞ്ഞാൽ അവിൽ മിൽക്ക് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഇവിടെ വന്നാലാണ് ഞാൻ ചായക്കൊന്ന് റെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.